ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ അദ്ദറസു ഹാമിസ് 5ാമത്തെ പാഠം ത്വരീഖുൻ ഇലൽ ജിനാൻ. ത്വരീഖുൻ ഇലൽ ജിനാൻ, സ്വർഗത്തിലേക്കുള്ള വഴി. അപ്പോൾ അത് നമുക്കൊരു നുൻഷിദ് പാട്ടാണല്ലേ. അപ്പോൾ നമുക്കത് ഓരോ ലൈനിൻ്റെയും അർത്ഥം മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ബൈത്ത് പാടുന്നില്ല, നമുക്ക് വലിയൊരു വീഡിയോ ആയി പോകും. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ലൈനിൻ്റെ പറയാം. എന്താണ്? തീർച്ചയായും അള്ളാഹുവും ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും മത്സ്യവും മരുഭൂമിയിലെ ഉറുമ്പ് വരെ എന്താണ്? അറിവ് തേടുകയും അറിവ് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ മേൽ പ്രാർത്ഥിക്കും. കുല്ലു യുസല്ലി, ഏ സ്നേഹിത, അറിവ് തേടുകയും ജനങ്ങളെ അറിവ് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ മേൽ പ്രാർത്ഥിക്കും. അതായത് തീർച്ചയായും ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ച ഒരാൾക്ക് ആകാശഭൂമിയിലെ സകല വസ്തുക്കളും മത്സ്യവും മരുഭൂമിയിലെ ഉറുമ്പ് വരെ പ്രാർത്ഥിക്കുമെന്നാണ് നമ്മൾ ഈ 2 ലൈനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്തത് എന്താണ്? ഒരാൾ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ലക്ഷ്യത്തിൽ അവൻ പ്രയത്നിച്ചാൽ, അതായത് അവൻ്റെ ഉദ്ദേശം നന്നാവണം. ഇൽമ പഠിക്കുന്നത് അവന് അറിവ് നേടാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയാണെന്നുള്ള ഉദ്ദേശം വേണം. അല്ലാതെ മറ്റുള്ളവർ പണ്ഡിതനാണെന്ന് പറയാനുള്ള ഉദ്ദേശത്തോടെ ആവരുത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ലക്ഷ്യത്തിൽ അവൻ പ്രയത്നിച്ചാൽ മലക്കുകൾ അവനെ തൃപ്തിപ്പെട്ടതിന് വേണ്ടി അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. മലക്കുകൾ അവന് ചിറകുകൾ താഴ്ത്തി കൊടുക്കും. ഇൽമിൻ്റെ വഴിയിൽ ഒരാൾ പ്രയത്നിച്ചാൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ലക്ഷ്യത്തിൽ അവൻ പ്രയത്നിച്ചാൽ മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. ഇൽമിൽ നിന്ന് ഒരു ഭാഗം പഠിക്കുന്നത് 100 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ്. 100 റക്അത്തൈനി, 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇൽമിൽ നിന്ന് ഒരു അധ്യായം പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. വതഅല്ലുമുൽ ബാബി ഡാഷ് നാഫില. അപ്പോൾ നമ്മളിവിടെ മിൻ ഇൽമിൻ ലഹു ഫളലുൻ അലാ മിഅത്തി റുക്അത്തി നാഫില, അതവിടെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. അതുപോലെ ഏത് ലൈനും വരാം. അപ്പോൾ ബൈത്ത് മുഴുവനായിട്ട് കാണാതെ പഠിക്കുക, മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ താഴെ വന്ന മീനിങ്സൊക്കെ പഠിക്കുക. ഇവിടെ സൊല്ല യുസല്ലി സ്വലാത്തു, സലക്ക യുസ്ലുക്കു സുലൂക്കുൻ, ഇതൊക്കെ അതുപോലെ പഠിക്കുക. നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. നമുക്ക് വർക്കിൽ എന്താണ്? ആദ്യം നൊയ്ദ് ജുംല, വാക്യം നിർമ്മിക്കണം. യുസല്ലി വെച്ചിട്ട് എന്ത് ഉണ്ടാക്കാം? നമുക്ക് ബൈത്തിൽ നിന്ന് തന്നെ പൂരിപ്പിക്കാം. ഈ 2ാമത്തെ ലൈന് കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദീ, അതവിടേക്ക് എഴുതാം. അടുത്തതാ സലക്ക. അപ്പോൾ നമുക്ക് എന്താ? ഇവിടെ യസ്ലുക്കു ഫൈല ജിനാൻ. അപ്പോൾ നമുക്കിവിടെ സലക്ക ഫൈലൽ ജിനാൻ എന്ന് നമുക്കവിടേക്ക് എഴുതാം. സലക്ക ഫൈലൽ ജിനാൻ. അടുത്ത യലൗ വമലായിക്കത്തു തലൗ ജനാഹലഹു, അതവിടേക്ക് എഴുതാം. അടുത്തത് തഅല്ലമൽ ഇൽമ, തഅല്ലമു ലിൽ ബാബി മിൻ ഇൽമ. അപ്പോൾ തഅല്ലമൽ ഇൽമ പഠിക്കൽ, മനസ്സിലാക്കുക. അല്ലമൽ ഖുർആൻ അവിടെ എഴുതാം.
അടുത്ത എന്താണ്? താഴെ തന്ന വേർഡ്സുകൾ തഴീമു ഇബാദത്ത്. അപ്പോൾ ഇതിൽ എത്ര കലിമത്തുകളായിട്ടാണ് അതുള്ളത് എന്ന്? എത്ര കലിമത്ത്? തഴീമു ഒരു കലിമത്ത്, ഇബാദത്തു അപ്പോൾ 2 മലായിക്കത്തു താളു ജനാഹ അപ്പോൾ അതിൽ 3. കുല്ലു യുസല്ലി അലാ മൻ അല്ലമ ഹയർ. അപ്പോൾ ഇതിൽ എത്ര ഉണ്ട് എന്നാണ് എഴുതുക? അപ്പോൾ ഇതിൽ നമുക്ക് കുല്ലു യുസല്ലി അലാ മൻ അല്ലമ അങ്ങനെയൊക്കെ എണ്ണുമ്പം നമുക്കിവിടെ 6 വേർഡ്സുകൾ കിട്ടും. പക്ഷെ ഇവിടെ 4 കലിമത്തുകളേ ഉള്ളൂ. അല മൻ എന്നൊക്കെ ഹർഫാണ്. കുല്ലു യുസല്ലി 2 കലിമത്ത്. അല മൻ ഹർഫാണ്. അല്ലമ ഹൈർ അത് കലിമത്തുകൾ. അപ്പോൾ ഇതിൽ 4 കലിമത്തുകളാണുള്ളത്. അപ്പോൾ മനസ്സിലാക്കട്ടോ. അല മൻ എന്നത് ഹർഫാണ്. അടുത്ത നക്തുബുൽ മാന അർത്ഥം എഴുതണം. ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യം. ത്വരീക്കുൻ വഴി. മറാമുൻ ഉദ്ദേശം. നംലുൻ ഉറുമ്പ്. ജനാഹ് ചിറക്. ഫലുൻ ശ്രേഷ്ഠം. അപ്പം അത്രയും മീനിങ്സ് ഒക്കെ അവിടെയൊക്കെ എഴുതുക. അടുത്ത താഴെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഈ തഅല്ലുമി ബാബി മിൻ ഇൽമിൽ ഫളുൻ നുബയ്യിൻ. എന്താണ്? ഇൽമിൽ നിന്ന് ഒരു ഭാഗം പഠിക്കുന്നത് എന്താണ്? ഇൽമിൽ നിന്ന് ഒരു അധ്യായം പഠിക്കൽ ശ്രേഷ്ഠമാണ്. നുബയ്യിന് വിശദീകരിക്കാനാണ്. എന്താണ്? നമ്മൾ അവസാനത്തെ ലൈന് പറഞ്ഞിരുന്നു. തഅല്ലുമുൽ ബാബി മിൻ ഇൽമിൽ ലഹു ഫളുൻ അലാ മിഅത്തി റുഖഅത്തി നാഫില. എന്തായിരുന്നു പറഞ്ഞത്? ഇൽമിൽ നിന്ന് ഒരു അധ്യായം പഠിക്കൽ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പോൾ അത് എഴുതുക. അടുത്തതാ കുല്ലു യുസല്ലി യാ ഹബീബു അലാമൻ. കുല്ലു യുസല്ലി ഓ സ്നേഹിത സകല വസ്തുക്കളും ആരുടെ മേലിലാണ്? അലാമൻ ആരുടെ മേലാണ് പ്രാർത്ഥിക്കുന്നത്? ആരുടെ മേലാണ് പ്രാർത്ഥിക്കുന്നത്? ജനങ്ങൾക്ക് ഇൽമു പഠിക്കുകയും ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നവർക്കും വേണ്ടിയിട്ട്. ഇൽമു പഠിക്കുകയും ഇൽമു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്ക്, അതായത് അറിവ് നേടുകയും ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്കാണ് സകല വസ്തുക്കളും ദുആ ചെയ്യുന്നത്. മനസ്സിലാക്കുക. അടുത്തതാ സുഹീല ത്വരീക്കുൻ ഇലൽ ജിനാൻ ലിമൻ. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും ആർക്ക്? ഇൽമു പഠിക്കുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. അടുത്തതാ നലൗ മലായിക്കത്തു ജനാഹഹും ലിമൻ വലിമ. എന്താണ്? മലക്കുകൾ ആർക്കു വേണ്ടിയാണ് അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ലക്ഷ്യത്തിൽ പ്രയത്നിച്ചവന് മലക്കുകൾ അവരുടെ ചിറക് താഴ്ത്തി കൊടുക്കും. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? നുത്തർജമു ഇലാ ലഅത്തിന. നമ്മുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താനാണ്. മലായിക്കത്തു തലവു ജനാഹ ലഹു. എന്നാണ്? മലക്കുകൾ അവന് വേണ്ടി ചിറക് താഴ്ത്തി കൊടുക്കും. കുല്ലു യുസല്ലി അലാമൻ അല്ലമൽ ഹൈറുൽ ഉനാസ്. എന്താണ്? ജനങ്ങളെ നന്മ പഠിപ്പിച്ചവന് എല്ലാവരും പ്രാർത്ഥിക്കും. ജനങ്ങളെ നന്മ പഠിപ്പിച്ചവന് എല്ലാവരും ദുആ ചെയ്യും. അതേതാ? അടുത്തതാ ഇന്നലിലാഹ വാഹിലസ് സമാഇ വൽ അർള് യുസല്ലി. അള്ളാഹുവും ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും പ്രാർത്ഥിക്കും. ഓക്കെ. അടുത്ത നംലുൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. വതഅല്ലുമുൽ ബാബി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ബൈത്തുനിന്ന് അവസാനത്തുനിന്ന് വരുന്ന. അപ്പോൾ ഇതാണ് ഇതവിടേക്ക് പൂരിപ്പിച്ചു കൊടുക്കുക. അടുത്ത എന്താണ്? തഹസീസ്. ഇൽമിൻ്റെ ശ്രേഷ്ഠതയെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ്, ഖണ്ഡിക എഴുതാനാണ്. എന്താ എടുക്കുക? നമുക്ക് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതിയൊരു പാരഗ്രാഫ് തയ്യാറാക്കാം. മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായതാണ് ഇൽമ്. ആദ്യ മനുഷ്യൻ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഉന്നതനാക്കിയതിന് അറിവ് നൽകിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസായ പരിശുദ്ധ ഖുർആൻ അറിവിൻ്റെ കലവറയാണ്. അറിവിൻ്റെ മഹത്വം പറയുന്നതും ചിന്തിക്കാനും പഠിക്കാനും ആഹ്വാനം ചെയ്യുന്നതുമായ ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇഹലോകത്ത് വിജയം നേടാൻ അറിവ് ആവശ്യമാണ്. പരലോകത്ത്
വിജയിക്കാനും അറിവ് വേണം. അറിവ് പഠിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, വതഅല്ലുമുൽ ലിൽബാബി മിൻ ഇൽമിൻ ലഹു ഫളലുൻ അലാ മിഅത്തി റക്അത്തി നാഫില. ഒരു അധ്യായം പഠിക്കൽ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. ഇൽമു പഠിക്കുന്നവർക്ക് അല്ലാഹു തആല മഹത്തായ പദവി നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടി ആകാശഭൂമിയിലുള്ള സകല ജീവികളും കടലിലെ മത്സ്യങ്ങൾ വരെ പൊറുക്കലിനെ തേടും. ഇത്ര എഴുതി നമുക്ക് ഒരു പാരഗ്രാഫോടെ തയ്യാറാക്കി കൊടുക്കാം. ഇത്രയാണ് നമുക്ക് ഈ 5ാമത്തെ പാഠത്തിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എക്സാം വരുമ്പോൾ ഉലൂമുദ്ദീനിൻ്റെ ചോദ്യപേപ്പറൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.